അഗ്നി എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫയർഫോഴ്സിന്റെ സ്റ്റോറി പറയുന്ന ഒരു സിനിമയാണ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമയുടെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫയർഫോഴ്സിന്റെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസുമായിട്ടുള്ള ആറ്റിറ്റ്യൂഡിന്റെ പ്രോബ്ലംസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണിത്. സോ ഈ ഒരു സിനിമയുടെ സ്റ്റോറി രണ്ട് ക്യാരക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒരു പോലീസ് ഓഫീസറായ, അതായത് IPS ഓഫീസറായ ഒരു ക്യാരക്ടറും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ചീഫ് ഓഫീസറായ ഒരു ക്യാരക്ടറും അവർ തമ്മിലുള്ള ഈഗോയൊക്കെ പറയുന്ന ഒരു സിനിമ കൂടിയാണിത്. സോ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിന്റെ കണ്ടന്റ് ആണ്. കാരണം ഫയർഫോഴ്സിന്റെ ആ ഒരു കഷ്ടപ്പാടും ആ ഒരു പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും അവർ എല്ലാ ദിവസവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും 24 ഹവേഴ്സും ജോലി ചെയ്തിട്ടും അവർക്ക് ആ ഒരു ജോലിയുടെ ആക്സെപ്റ്റൻസോ ക്രെഡിറ്റോ കിട്ടാതെ അത് കൂടുതലും പോലീസുകാർക്ക് കിട്ടുന്ന ആ ഒരു അവസ്ഥയും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള നറേഷനാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. സോ അതൊക്കെയായിരുന്നു സിനിമയുടെ പോസിറ്റീവ്. മെയിൻലി സ്റ്റോറി, സ്ക്രീൻ പ്ലേ, അതുപോലെ തന്നെ സിനിമയുടെ ഡയറക്ഷൻ ഒക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. റായ്സിന്റെ ഡയറക്ടറായ രാഹുൽ ദുലാഖയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സിനിമയുടെ വേറെ പോസിറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രദീപ് ഗാന്ധിയുടെ പെർഫോമൻസ് ആണ്. കാരണം ആ ഒരു ഫയർഫോഴ്സിന്റെ ചീഫ് ഓഫീസറായി അവരുടെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനും ആ ഒരു പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ മികച്ച രീതിയിലാണ് പെർഫോമൻസ് മൂലം ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. സോ അതൊരു സിനിമയുടെ വലിയ പോസിറ്റീവ് ആയിരുന്നു. അതല്ലാതെ തന്നെ ദിവ്യ